ഇന്നത്തെ ഒരു ഡേ ആട്ടോ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. രാവിലെ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് കുടിച്ചിട്ടാണ് കേട്ടോ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാറ് തന്നെ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ പോയിരിക്കും കേട്ടോ കുറച്ച് സമയം. അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നടക്കാൻ ഇറങ്ങാറുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ വരുന്നത്. അന്ന് നമ്മൾ കാണിക്കാൻ വന്ന സമയത്ത് അഡ്മിറ്റ് 15-ാം തീയതി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയാണ് കേട്ടോ അപ്പം നിൽക്കാറ്. നടത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയ്ക്ക് വിട്ടിട്ടുണ്ട്. അനു അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഉഴുന്ന് ദോശയാണ്. ഇനി അടുത്തത് ഇൻസുലിൻ വെക്കുന്ന പരിപാടിയാണ്. ഞാൻ 12 കേട്ടോ രാവിലെ അടിക്കാറുള്ളത്. തൈറോയിഡിന് മരുന്ന് കുടിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇൻസുലിൻ വെക്കാറ്. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. ഞാൻ ഇൻസുലിൻ വെക്കുന്ന സമയത്ത് 2 പേരും എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇവർ ട്വിൻസാണ്. ഇതാണ് രണ്ടാമത്തെ ആൾ വിനു. ഇനി അടുത്ത പരിപാടിയാണ് ടാസ്ക് ബ്രഷ് ചെയ്യുന്നത്. ബ്രഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇപ്പോഴും എനിക്ക് മോർണിംഗ് സിക്നെസ് ഉണ്ട്. അതൊന്നും പുറത്ത് വരാതെ എനിക്ക് ബ്രഷ് ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ. ഇതിനൊരു 10-20 മിനിറ്റ് പോവേ രാവിലെ തന്നെ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രഷായി വന്നിട്ടുണ്ടേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നേ തന്നെ പാലാണ് കേട്ടോ കുടിക്കാറ്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഇന്ന് നല്ല ദോശ, കടലക്കറി, ചമ്മന്തി, ഒരു അടിപൊളി കാപ്പിയൊക്കെ ആയിരുന്നേ. രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേനും ഈ പരിപാടിയൊക്കെ കഴിയും. അപ്പത്തേനും ഇതാ വിക സ്കൂളിലോട്ട് പോവാണ്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഒറ്റമൈനയാണ്. ഇതിനെ ഇപ്പോഴും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം എല്ലാവർക്കും. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഓറഞ്ച് കഴിച്ച് പിന്നെ മരുന്നും കുടിച്ചിട്ടുണ്ടേ. വെള്ളം കുടിയാണ് ഭയങ്കര ടാസ്ക്. നമ്മളൊരു 2 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഡെയിലി കുടിച്ച് തീർക്കാൻ ശ്രമിക്കാറുള്ളത്. ഇന്ന് എൻ്റെ ഫാമിലി എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഇനി ഇവിടെ നിന്നാണല്ലോ ഹോസ്പിറ്റലിലോട്ട് പോവുക. അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതും കഴിഞ്ഞ് ഒരു മുട്ട കഴിക്കും 12 മണിയോട് കൂടിയിട്ട്. അപ്പത്തേനും ഇതാ ചേച്ചി അമ്മയൊക്കെ ഫുഡൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കൻ ഉണ്ട്, സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, ഉപ്പേരിയുണ്ട്, പപ്പടം ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നേ. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കും. പിന്നെയും വെള്ളം കുടിക്കും, നടക്കും. പിന്നെ ഇതാ നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ബേബി ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കലാണ് എൻ്റെ മെയിൻ പണി കേട്ടോ. ഇന്ന് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ബേബി നല്ല ആക്റ്റീവാണ് കേട്ടോ. നന്നായിട്ട് ഇളകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ സമയത്തേക്കും വീണ്ടും നമുക്ക് വിരുന്നുകാരുണ്ടായിരുന്നു. വേദും ഫാമിലിയൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. ഇത് അവർ കൊണ്ടുവന്നൊരു ക്യാൻഡി ആയിരുന്നേ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അപ്പത്തേനും നടന്നു വന്ന് അമ്മമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന ജ്യൂസായിരുന്നു, അതും കുടിച്ച് പിന്നെ വിരുന്നുകാർ കൊണ്ടുവന്ന കേക്കും കഴിച്ച് വീണ്ടും ഞാനൊരു വഴിക്ക് പോയിരുന്ന് ഇങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ടെൻഷൻ സത്യത്തിലുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ചായയൊക്കെ കുടിച്ച് ഇൻസുലിനൊക്കെ വെച്ച് രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ സ്നാക്സ് എടുത്ത് കഴിച്ച് മരുന്നൊക്കെ കുടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നേ.